ഇന്ന് നമ്മൾ വൈകിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നപ്പോഴായിട്ട് ഒരു കോൾ വന്ന് വിളിച്ചത് നമ്മുടെ സ്വന്തം സുഹിത്തണ്ണനായിരുന്നു. ആൾ ഇന്ന് കേറ്ററിംഗ് വർക്കിന് പോയെടുത്തു കുറച്ച് അടിപൊളി ഗോൾഡ് ഫിഷിനെ കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ എന്തായാലും മീനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അവർ അവിടുന്ന് മീനെല്ലാം കളക്ട് ചെയ്ത് നമുക്ക് വേണ്ടി കൊണ്ടുതരാനായിട്ട് വരും. എന്നാൽ പിന്നെ മീനെ കൊണ്ടുവരുന്ന ഗ്യാപ്പ് നമുക്ക് ഒരു ടാങ്ക് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അതിനായിട്ട് നമ്മൾ നേരത്തെ ഗപ്പി കിടന്നൊരു ടാങ്ക് എടുക്കണം. ഇതാകുമ്പോൾ മീനുകളൊക്കെ എത്രമാത്രം ഉണ്ടെങ്കിലും ഒരു പ്രശ്നമില്ലാതെ കിടന്നോളൂ. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവർ മീനായിട്ട് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. എന്നാൽ പിന്നെ മീനുകളെ മാറ്റിയിട്ടാവാൻ ബാക്കി പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പതക്കം കിട്ടിയവരെ രണ്ടുപേരും നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ രാത്രിയിൽ നമുക്ക് വേണ്ടി അവർ മീനെ കൊണ്ടുവന്ന ഒരു വലിയ കാര്യം തന്നെ കേട്ടോ. നമ്മളപ്പോഴേക്ക് ഒരു ബക്കറ്റ് വെള്ളമായിട്ട് ഇങ്ങനെ പിന്നെ ഒരു 4 ഗോൾഡ് ഫിഷിനെ എടുത്തെങ്കിൽ ബക്കറ്റിലേക്ക് മാറ്റി. മീനുകളൊക്കെ നല്ല രീതിയിൽ ക്ഷീണിച്ചിരിക്കട്ടോ. ആ ഒരു കണ്ടീഷൻ മാറാനായിട്ട് നമ്മൾ അപ്പൊ തന്നെ എയറേഷൻ കൊടുക്കണം. അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം ഓക്കെ. നമ്മൾ ഈ സെറ്റ് ചെയ്ത ടാങ്കിന്റെ അടിവശത്ത് മണ്ണായതുകൊണ്ട് വെള്ളം ഒഴിച്ചാൽ നല്ല രീതിയിൽ കലങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു ചെറിയ പൈപ്പിന്റെ സഹായത്തോടെ ഇതിലേക്ക് വെള്ളം നിറയ്ക്കും. അല്ലെ പിന്നെ വീണ്ടും കഴിയും കുറെ അധികം വെള്ളം നമുക്ക് നഷ്ടമാവും. ഇനി വെള്ളം നിറയാനായിട്ടുള്ള ഒരു കാത്തിരിപ്പ്. അങ്ങനെ കുറച്ച് വെള്ളം നിറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മീനുകളെല്ലാം ടാങ്കിലേക്ക് മാറ്റാമെന്ന് തീരുമാനിച്ചു. നമ്മുടെ ആദ്യത്തെ ഗോൾഡ് ഫിഷ് നമ്മൾ ഇറക്കി വിടുക കേട്ടോ. അവന്റെ കൂട്ടുകാരെ ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടാങ്ക് ഏകദേശം ഇതുപോലെ. പിന്നെ ഒരു ഭംഗിക്കായിട്ട് നമ്മുടെ പഴയ ഒരു ഡ്രിഫ്റ്റ് ബോട്ടും വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുളിച്ചിട്ട് വന്ന് ടാങ്ക് നോക്കാന്ന് വെച്ചപ്പോഴത്തേക്ക് ആരെയും കാണുന്നില്ല. എല്ലാവരും ആ മരക്കഷ്ണത്തിന്റെ അടി. പിന്നെ അതിലേക്ക് ആവശ്യം ഒരു എയറേഷൻ പമ്പും കൂടെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.